കെച്ചപ്പ് ഒരിക്കൽ മരുന്നായിരുന്നു. ഇന്ന് നാം ഫ്രൈസിനും ബർഗറിനുമൊപ്പം കഴിക്കുന്ന ടൊമാറ്റോ കെച്ചപ്പ് ഒരിക്കൽ ആളുകൾ മരുന്നായി ഉപയോഗിച്ചിരുന്നുവെന്ന് അറിയാമോ? അതെ, ഇതൊരു തമാശയല്ല. 1830കളിൽ അമേരിക്കയിൽ ടൊമാറ്റോ ആരോഗ്യത്തിന് അത്യന്തം നല്ലതാണെന്ന് ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങി. അന്നത്തെ കാലത്ത് ജോൺ കുക്ക് ബെനറ്റ് എന്ന ഡോക്ടർ ടൊമാറ്റോ ദഹനപ്രശ്നങ്ങൾ, വയറുവേദന, വയറിളക്കം തുടങ്ങിയവയ്ക്ക് സഹായിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം ടൊമാറ്റോ ഉപയോഗിച്ച് ഗുളികകളും മരുന്ന് രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങളും തയ്യാറാക്കി. ഈ വാർത്ത വേഗത്തിൽ പടർന്നു. അതോടെ പല കമ്പനികളും ടൊമാറ്റോ മരുന്നുകൾ നിർമ്മിച്ച് വിൽക്കാൻ തുടങ്ങി. ചില പരസ്യങ്ങളിൽ ഇത് അത്ഭുത മരുന്നാണെന്ന് പോലും പറഞ്ഞു. പക്ഷേ ഏറ്റവും വിചിത്രമായ കാര്യം എന്താണെന്നറിയാമോ? അന്നത്തെ കാലത്ത് ചിലർ ടൊമാറ്റോ വിഷമാണെന്ന് പേടിച്ചിരുന്നു. കാരണം ടൊമാറ്റോ നൈറ്റ്ഷഡ് കുടുംബത്തിൽ പെടുന്ന സസ്യമാണ്. അതിനാൽ ഇന്ന് നാം സാധാരണ സോസായി കാണുന്ന ടൊമാറ്റോ കെച്ചപ്പിനോട് സാമ്യമുള്ള ടൊമാറ്റോ ഉൽപ്പന്നങ്ങൾ ഒരിക്കൽ മരുന്നായി ഉപയോഗിച്ചിരുന്നു എന്നതാണ് സത്യം.